ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ അങ്ങ് പോകുന്നു. തിരിഞ്ഞു നോക്കി ഈ 5 വർഷം തിരിഞ്ഞു നോക്കുന്നില്ല കാര്യത്തില്ല. തിരിഞ്ഞു നോക്കുമ്പോ പ്രത്യേകിച്ചൊന്നുമില്ല. വിദ്യയൊക്കെ തന്നെ. അപ്പൊ കേട്ടോ, ഞാൻ പറഞ്ഞ കേട്ടോ, എന്റെ മുഖത്തോട്ട് നോക്കുക, ഞാൻ പറയണ കേക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഒരു രാവിലെ എന്നിട്ടൊന്നും ഒരു പച്ചപ്പ് കാണണം, അല്ലാന്നുണ്ടെങ്കിൽ രാവിലെ എന്ന് പറഞ്ഞാൽ ഏകദേശം 11 അത് വെറുതെ ബോറടിക്കുമ്പോ ഇരുന്ന് എഴുതുന്നതാണ്. അതൊക്കെ പറഞ്ഞല്ലേ സമാധാനത്തിന് വേണ്ടി വേറെ ആളെ കുറ്റം പറഞ്ഞു എന്തൊരു ആശ്വാസം. അതെ, ഇവർക്ക് നല്ല പ്രായമുണ്ട്. ചെറുതായിട്ടൊന്നും ഞാൻ ചെറുതല്ലേ ഞാനാണ്. അപ്പൊ പിന്നെ വിചാരിച്ചതോ പുള്ളിക്കന്റെ കാര്യം അവർക്ക് നല്ല പ്രായമുണ്ട്. ഇങ്ങനെ നല്ല പ്രായമുണ്ട് കേട്ടോ. നല്ല ക്ഷീണമുണ്ട് കേട്ടോ. ഡേ എന്ന് പറഞ്ഞു, ഞാൻ ജസ്റ്റ് ആയിരുന്നു ഇവിടെ ഒരു അമ്മ നിനക്ക് വേറെ വേലയില്ലോടി എന്ന് പറഞ്ഞത്. ജസ്റ്റ് മിസ്സിലിങ്ങനെ പോയി. ലാലേട്ടൻ ചെയ്തൊക്കെ എനിക്ക് പറ്റും. പ്ലാൻ ചെയ്യുന്നുണ്ട് ആരെങ്കിലും കൊളാവ് തരണം. കുക്കിംഗ് ചെയ്യോ? ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്തില്ല. മലയാളി സീരിയൽ പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദമ്പതികളുടെ അടുത്താണ് ഞാൻ എന്നുള്ളത്. അമൃത ആൻഡ് പ്രശാന്ത്. ഹലോ. 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 എന്തൊക്കെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു, നല്ല സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ. ഇപ്പം സീരിയലിന്റെയും അതേപോലെ തന്നെ സ്വന്തമായിട്ട് ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഒക്കെ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഒരു ഹാപ്പി ന്യൂസിലൂടെ ഒക്കെ തന്നെ വിശേഷങ്ങൾ പങ്കുവെച്ച് തുടങ്ങി. തീർച്ചയായും വലിയ പ്രൊഡക്ഷൻ ആയിട്ടില്ല, ചെറിയൊരു തുടങ്ങി വരുന്നതേ ഉള്ളൂ. ആരംഭമായതേ ഉള്ളൂ. തുടക്കം ഒരു പടം ഞങ്ങൾ ചെയ്തു. ഒരു ചെറിയൊരു പടം, PC-35 എന്ന് പറഞ്ഞ പടം. അതിന്റെ പോസ്റ്റ് ലുക്ക് ഇറക്കിയതേ ഉള്ളൂ, ഫസ്റ്റ് ലുക്ക് ഇറക്കിയതേ ഉള്ളൂ. ആ പടം അടുത്തൊരു 2026 ഒരു ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേക്ക് റിലീസ് ചെയ്യണം എന്ന രീതിയിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. തീരുമ്പോഴത്തേക്കെല്ലാം റെഡിയാവും തോന്നുന്നു. അപ്പം പ്രൊഡക്ഷൻ ഹൗസ് സ്റ്റാർട്ട് ചെയ്തെന്ന് വിചാരിച്ചപ്പോ ആദ്യം സീരിയലിന്റെ പ്രൊഡക്ഷൻ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്തെന്ന് ഒരു ചിന്ത വന്നിട്ടുണ്ട്. എന്താണ് സിനിമയിലേക്ക് എത്താനുള്ള ഒരു കാരണം? അല്ല, ഞങ്ങൾ സീരിയൽ തന്നെയായിരുന്നു പ്ലാൻ ചെയ്തത്. ആദ്യം സിനിമയിലേക്ക് തുടങ്ങിയിട്ട് വേണ്ടാന്ന് വെച്ച് പിന്നെ നമ്മൾ സീരിയൽ തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ സീരിയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യമേ നമുക്ക് ഒരു മുമ്പായിട്ട് എക്സ്പീരിയൻസ് എന്തെങ്കിലും വേണം. ജോലി ഉണ്ടെങ്കിൽ പുതിയൊരു ജോലിക്ക് പോകുമ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടോ ചോദിക്കുന്ന അവസ്ഥ തന്നെയാണ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ വെച്ചപ്പോൾ ഒരു പടം ചെയ്യാം, ഒരു ചെറിയൊരു പടം ചെയ്യാമെന്നും പറഞ്ഞിട്ട് നമ്മുടെ സുഹൃത്ത് നമ്മൾ ജോസഫ് എന്ന് പറഞ്ഞ പുള്ളി നമ്മോട് സംസാരിച്ച്, അപ്പൊ അതിന്റെ പേരിൽ നമ്മളിപ്പോ ഒരു പടം, പുള്ളി ചെറിയൊരു സ്ക്രിപ്റ്റ് എഴുതി. പുള്ളി ഒത്തിരി പടമുണ്ട്, പക്ഷെ നമുക്ക് വേണ്ടി പുള്ളി ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, ഡയറക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു കഥ കൊണ്ടുവന്നു. നമ്മൾ അവിടുന്ന് പിന്നെ സ്റ്റാർട്ട് ചെയ്ത് വന്നതാണ്. കുറെ നാളത്തെ എന്റെ ഒരു പുറകിലായിരുന്നു ഞങ്ങൾ. അപ്പം ഓക്കെ ആയി, പണം കഴിയും. നിലവിലിപ്പോ രണ്ടുപേരും സീരിയൽ പ്രൊജക്ടിൽ തന്നെയല്ലേ? എങ്ങനെയാണ് ആ വിശേഷങ്ങളൊക്കെ? ഞാനിപ്പോ ചെയ്യുന്നത് പത്തരമാറ്റം സിനിമ പോലീസുകാരായിട്ട് ചെയ്യുന്നുണ്ട്. ഇതിന് മുമ്പ് ഞാൻ ഞാൻ കുറെ സീരിയൽ ചെയ്തു. ഇനിയിപ്പോ അടുത്ത് തന്നെ മെല്ലാൻഡിന്റെ പുതിയൊരു വർക്ക് വരുന്നുണ്ട് ഇപ്പൊ സൂര്യയില്, അതിന്റെ അകത്ത് വന്നിരിക്കുന്നു. ഫ്ലവേഴ്സിലെ സുഗമോദേവി എന്ന് പറഞ്ഞ സീരിയൽ ചെയ്യുന്നു. പിന്നെ ഇപ്പോ റീസെന്റ് ആയിട്ട് തുടങ്ങിയിട്ടുള്ള കേരളത്തില് ദുർഗ എന്ന് പറഞ്ഞ പുതിയ സീരിയൽ അതില്. ഓക്കെ. നമുക്ക് ആദ്യം ഇപ്പൊ ചേച്ചിനെ നോക്കുകയാണെങ്കിൽ 5 ഫിംഗേഴ്സ് തൊട്ടിട്ട് അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ ആദ്യം മുതൽ ഈ വളരെ ചെറുപ്പത്തിൽ തന്നെ സീരിയലിലേക്ക് വന്ന ഒരാളാണ്. അപ്പം അത്രയും വളരെ ചെറുപ്പത്തിലേക്ക് സീരിയലിലേക്ക് വരണം, അതിനുള്ളൊരു കാരണം എന്തായിരുന്നു? അതിന് സീരിയസ്ലി ഈ മേഖല ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചതല്ല. ടീച്ചിങ് ആയിരുന്നു ആഗ്രഹം. പിന്നെ ഏഷ്യനെറ്റില് ഒരു അന്ന് മുടിയെടുക്കുന്നുള്ളൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിൽ ഇങ്ങനെ ഒരു മുടിയുടെ ഒരു പ്രോഗ്രാമിലാണ് ഞാൻ ഫസ്റ്റ് വരുന്നത്. അതിനെ ഏഷ്യനെറ്റിൽ രജിസ്റ്റർ ഒരു 3-4 മാസം കൊണ്ട് പുറകെ നടന്ന് വിളിച്ചാണ് ഒക്കെ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത്. പിന്നെ അത് ചെയ്തതിന് ശേഷമാണ് പിന്നെ വേളാങ്കണ്ണി മാതാവ് എന്ന് പറഞ്ഞ സീരിയലിൽ ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ പതുക്കെ ഓരോ സീരിയല് ചെയ്ത് വന്നതാണ്. ഒരിക്കലും ഈ ഇൻഡസ്ട്രി ആഗ്രഹിച്ച് ഞാൻ വന്നതല്ല. ഇതൊന്നും എന്റെ ചിന്തയിൽ പോയിട്ടില്ലായിരുന്നു. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് അത്രയും ചെറിയൊരു പ്രായത്തില് പെട്ടെന്ന് നമ്മൾ സ്ട്രഗിൾ ചെയ്യുമ്പോൾ അപ്പം നമുക്ക് അന്നം തന്ന രീതിയിൽ നമുക്ക് സീരിയലിനെ മാറ്റിയെടുക്കാൻ ചേച്ചിക്ക് പറ്റിയിട്ടുണ്ട്. അതിനെങ്ങനെയാണോ നോക്കി കാണുന്നത് ഇപ്പോ? തീർച്ചയായിട്ടും അന്ന് ഈ ഫീൽഡിൽ ഞാൻ ഇല്ലായിരുന്നെങ്കിൽ എന്താകും എന്ന് എനിക്ക് അറിയില്ല. അന്നത്തെ സിറ്റുവേഷനിൽ കൂടുതൽ എൻ്റെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്ത് വരാൻ സാധിച്ചത് ഈ ഫീൽഡ് കാരണമാണ്. കാരണം വെച്ചാൽ അന്ന് എഡ്യൂക്കേഷൻ നമുക്ക് ഒത്തിരി ആയാൽ മാത്രമല്ലേ നമ്മൾ ഒരു ജോബിന് വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് ഇറങ്ങിത്തിരിക്കാം. ഞാൻ അത്രയും പോലും ആ ഒരു ഏജിലല്ലായിരുന്നു ആ സമയത്ത്. ഈ ഇൻഡസ്ട്രി തന്നെയാണ് എൻ്റെ ചോറായിട്ട് വന്നത്. ഓക്കെ. ഇപ്പം ചേട്ടനാണെങ്കിലും എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കുറച്ച് കൂടുതൽ സീരിയലിലേക്ക് അല്ലെങ്കിൽ അഭിനയ രംഗത്തേക്കൊക്കെ വന്നത്. അപ്പൊ അങ്ങനെ ഒരു മാറ്റത്തെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? എനിക്ക് നേരത്തെ അഭിനയിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അവസരം കിട്ടിയില്ലായിരുന്നു. പിന്നെ ഞാൻ തന്നെ
നമ്മുടെ ഒരു ചേട്ടനുണ്ട്, പുള്ളിക്കാരനാണ് നമ്മളെ ഈ ഇൻഡസ്ട്രിയിലോട്ട് ആദ്യമേ പരിചയപ്പെടുത്തിയത്. പിന്നെ ഭാസ്കരേട്ടനാണ് എന്നെ എന്താണ് ഒരു സീരിയലിലേക്ക് എന്നെ റെക്കമെൻഡ് ചെയ്യുന്നതും. ശശികുമാർ സാർ ചാനലിലുള്ള, പിന്നെ പുള്ളിക്കാരന് ഫോട്ടോസ് കൊടുത്തു. പിന്നെ അതിനകത്തുനിന്ന് ഡോക്ടർ ഷാജു സാറും പിന്നെ നമ്മുടെ ഷൈജു സാറും ഡയറക്ടറും എല്ലാം കൂടെ ചെന്നത്. ഇത്രയും പേരോട് നമുക്ക് ഒരു കടപ്പാടുണ്ട്, കാരണം അവരാണ് എനിക്കൊരു എൻട്രി തന്നത്. കൂടുതലും ഭാസ്കരനാണ് എനിക്ക് ഇപ്പോഴും ഓരോ സപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ സീരിയലായാലും ഭാസ്കർ ഒറ്റപ്പാലം എന്നാണ് പുള്ളിക്കാരനാണ്. പുള്ളി ആർട്ടിസ്റ്റാണ്, പുള്ളി എല്ലാ മേഖലയിലും ഉണ്ട്, കാസ്റ്റിംഗ് ഡയറക്ടറാണ്, എല്ലാ മേഖലയിലും ഉള്ള പുള്ളിയാണ് എനിക്കൊരു എൻട്രി തന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്കൊരു എന്താ പറയാ, ഇപ്പം ഞാൻ ഉദ്ദേശിച്ച ഈ ഇവിടെ വരെ എത്തുമെന്ന് ഞാൻ ഉദ്ദേശിച്ചല്ലോ. ഇപ്പൊ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ഞാൻ ഇത്രയും. ഞാൻ ഇപ്പൊ 6-7 സീറ്റ് ചെയ്തിപ്പോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും ചെയ്യുമെന്ന് നമ്മളിവിടെ നിൽക്കുന്നുള്ളതായിരുന്നു. ഞാൻ മർച്ചനയിൽ വർക്ക് ചെയ്തു. എനിക്ക് ഈ ആർമി, നേവി അങ്ങനത്തെ ഒരു ഇതായിരുന്നു എന്റെ ആഗ്രഹത്തില്. പട്ടാളത്തിൽ പോകണം, വെടികൊണ്ട് മരിക്കണം, ഇതൊക്കെയാണ് എന്റെ ആഗ്രഹം. അപ്പൊ അങ്ങനത്തെ ഒരു ചിന്തയൊക്കെ ആയിരുന്നു എനിക്കുള്ളത്. അപ്പൊ എനിക്ക് അങ്ങനെയൊക്കെ ഇപ്പോൾ നമ്മൾ ഈ സിനിമയൊക്കെ കാണുമ്പോൾ ലാലേട്ടൻ പടമൊക്കെ കാണുമ്പോൾ നമുക്കൊരു ക്രേസ് വരത്തില്ലേ. അപ്പൊ അങ്ങനത്തെ ഒരു ക്രേസ് ഒക്കെ ആയിരുന്നു. പിന്നെ അത് ഇഷ്ടമായിരുന്നു എനിക്ക്. ഞാൻ എന്റെ 17-ാമത്തെ വയസ്സോട്ട് ഞാൻ റിക്രൂട്ട്മെന്റ് പോവുകയും കൂടുകയും ഇങ്ങനെയൊക്കെ ഇവിടെ നിന്നിട്ടൊക്കെ പാങ്ങോടൊക്കെ വരുന്നതാണ്. ഞാൻ പുറത്തും പോയിട്ടുണ്ട്, റിക്രൂട്ട്മെന്റ് ഞാൻ പുറത്തും പോകാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ ഭാഗത്തുനിന്ന് മാറി അടുത്ത് മർച്ചന്റ് നേവി പോയി. പിന്നെ അവിടുന്ന് ഞാൻ മാറി ദുബായിലും പോയി. ഞാൻ എക്സ്പോ 2020 സേഫ്റ്റി ഓഫീസറായിട്ട് വർക്ക് ചെയ്തു. അവിടെ നിന്ന് മാറി വീണ്ടും കറങ്ങി തിരിഞ്ഞ് പിന്നെയും അഭിനയത്തിലേക്ക് വന്നു. കാരണം എവിടെ പോയാലും നമ്മൾ തിരിച്ചു വരും, ഇങ്ങോട്ട് തന്നെ വരുന്നത്. പിന്നെ ഞാൻ വെച്ചാൽ ഇവിടെ തന്നെ, ഇനി എങ്ങും പോകുന്നില്ല, ഇവിടെ തന്നെ എന്ന് വെച്ചുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ. അങ്ങനെ അഭിനയത്തിലേക്ക് എത്തിയപ്പോഴല്ലായിരുന്നോ ചേച്ചി ഒന്ന് കാണാൻ സാധിച്ചതും? അങ്ങനെ നിങ്ങളുടെ ഒരു റിലേഷൻ കൂടി നമുക്ക് പറയുകയാണെങ്കിൽ. അതെ, ഞങ്ങൾ അങ്ങനെ അഭിനയത്തിലേക്ക് വന്നപ്പോഴാണ് പരിചയപ്പെട്ടത്. നമ്മൾ കഷ്ടകാല സമയത്താണ് പറഞ്ഞത്. ചേച്ചി എന്താ പറയാനുള്ള കഷ്ടകാലം പറയുന്നുണ്ട്? ഒന്നും പറയാനില്ല. 5 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് പറയുമ്പോ ജനുവരി 17 ആകുമ്പോഴത്തേക്ക് 5 വർഷമാവും. 5 വർഷത്തേക്ക് തട്ടിമുട്ടിയൊക്കെ തിരിഞ്ഞു നോക്കി ഈ 5 വർഷം നോക്കുന്നില്ല. തിരിഞ്ഞു നോക്കുമ്പോ പ്രത്യേകിച്ചൊന്നുമില്ല, തന്നെ. അതെനിക്കും പറയാനുള്ളൂ. കുഴപ്പമില്ല, പ്രശ്നമുണ്ട്, വഴക്കിടും, പിണങ്ങാറുണ്ട്, സ്വാഭാവികം. അതൊരു കോമണായിട്ടുള്ള സംഭവം തന്നെ. അത് എപ്പോഴൊന്നും ഇല്ല, ഞങ്ങൾ വല്ലപ്പോഴൊക്കെ എന്തെങ്കിലും. എന്തായാലും ഇവള് പറയുന്നില്ല, ഞാൻ അഭിപ്രായ വ്യത്യാസം പറയാം. പിന്നെ ഇവള് ചിലപ്പോൾ മണ്ടത്തരങ്ങൾ പറയും. ചില സമയത്ത് ഞാനും മണ്ടത്തരം പറയാം, ചില സമയത്ത് ഞാൻ സമ്മതിച്ചു കൊടുക്കുന്നില്ല. ഞാൻ അതങ്ങനെ അല്ല ഇങ്ങനെ ഞാനങ്ങ് ഇതാക്കും. പിന്നെ അമ്മത്തേക്ക് സമ്മതിക്കും. പിന്നെ എന്ത്, ഞാനും അങ്ങനെയൊക്കെ തന്നെ. ഞാൻ പിന്നെ ഇവള് പറഞ്ഞ മൈൻഡ് ചെയ്യാറില്ല ചില കാര്യങ്ങളൊന്നും. അതുകൊണ്ട് പിന്നെ വലിയ അധികം വഴക്കുകൾ ഉണ്ടാവാറില്ല. കേൾക്കാറില്ലാത്തതിനെ കുറച്ച് പരിഭവമൊക്കെ ഉണ്ടോ? ഇല്ല, ചില കാര്യങ്ങളില് ചിലപ്പോൾ എന്തെങ്കിലും തിരക്കിന്റെ ഇതിൽ എന്തെങ്കിലും ഫോണിൽ എന്തെങ്കിലും ഇത് ചെയ്തോണ്ടിരിക്കുന്നതായിരിക്കും. ആ സമയത്തായിരിക്കും ഞാൻ എന്തെങ്കിലും പറയുന്നത്. അപ്പം ഫുൾ കോൺസെൻട്രേഷൻ ഫുള്ള് ഫോണിലായിരിക്കും. അപ്പൊ കേട്ടോ, ഞാൻ പറഞ്ഞ കേട്ടോ, എന്റെ മുഖത്തോട്ട് നോക്കുക, ഞാൻ പറയണ കേക്ക്, ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ കേൾക്കാറുണ്ട്, ഞാൻ പറയുന്നത് കേൾക്കാറുണ്ട്. മൈൻഡ് ചെയ്യണ്ടെന്ന് തോന്നുന്നത് മൈൻഡ് ചെയ്യാതിരിക്കും. പിന്നെ ഇനി അതിനെ കുറിച്ച് നീ സംസാരിച്ചിട്ട് എപ്പോഴല്ല അല്ലാത്ത സമയത്തൊക്കെ കേൾക്കുന്നത് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ ചില കാര്യങ്ങൾ എല്ലാം ഒന്നും കേൾക്കാറില്ല. ഇപ്പൊ ഒത്തിരി സാധനങ്ങളൊക്കെ മേടിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ മൈൻഡ് ചെയ്ത് ചെയ്യാറില്ല. ചെറിയ ചെറിയ കാര്യം, ഇത് കുഴപ്പമില്ല, മേടിച്ചാൽ ഒന്നുമില്ല എന്ന് തോന്നുന്നൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ കൂടുതൽ ഈ ചെടികളൊക്കെ മേടിച്ചു. ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള പരിപാടിയാണ്, വെളി വെക്കേണ്ട പരിപാടിയാണ്. എനിക്കിത് അകത്തൊക്കെ വെച്ചിട്ട് പിന്നെ വെള്ളം ഒഴിച്ചു വെക്കുമ്പോഴേ കൊതുക് വരുവോ അങ്ങനത്തെ പരിപാടി എനിക്ക് ഈ ചാകരൊക്കെ വരുന്നതുകൊണ്ട് എനിക്ക് ഇഷ്ടമുണ്ടാകും. ഇൻഡോർ പ്ലാന്റ്സുകളാണ് മേടിച്ചു വെച്ചിരിക്കുന്നതെല്ലാം. ചെടികൾ പൊതുവെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇത് വീട്ടില് കുറച്ച് അകത്തിരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ വേറെ ഫ്ലാറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ അകത്തും പുറത്തും വെക്കുമായിരുന്നു. അവിടെ ഒത്തിരി ഉണ്ടായിരുന്നു. അവസാനം എല്ലാം കൊണ്ട് ഞാൻ വീട്ടിൽ കൊണ്ടുപോകും. എന്റെ വീട്ടിൽ അമ്മയ്ക്ക് ഇത് തന്നെ, എന്റെ അമ്മ ഇങ്ങനെ തന്നെയാണ്. അമ്മയ്ക്ക് ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പിന്നെ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് എന്തെങ്കിലും പച്ചപ്പ്, ഒരു രാവിലെ എന്നിട്ട് ഒരു പച്ചപ്പ് കാണണം. അല്ലാന്നുണ്ടെങ്കിൽ രാവിലെ എന്ന് പറഞ്ഞാൽ ഏകദേശം 11 മണിക്ക് അല്ല, ഷൂട്ടുള്ള ദിവസം നേരത്തെ എഴുന്നേക്കും ഷൂട്ടിന് പോകാൻ വേണ്ടി. അന്നേരം കാണുന്ന പച്ചപ്പ്. അല്ലാത്തപ്പം വൈകിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതെ, നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കുന്നുണ്ട്. ആവശ്യമാണല്ലോ. അതെ അതെ. ഇപ്പൊ ദുർഗയില് തന്നെയാണെന്നുണ്ടെങ്കിൽ 5 ദിവസമൊക്കെ ഡേ ആൻഡ് നൈറ്റ് ഷൂട്ട് പോയതാണ്. വൈകുന്നേരം ഉച്ചയ്ക്ക് 3 മണിക്ക് തുടങ്ങി പുലർച്ചെ 7 മണി വരെ ഷൂട്ട് പോയതാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് കിട്ടുന്ന സമയമാണ് റെസ്റ്റ് എടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ രാവിലെ 5 മണിക്ക് 5 ദിവസമുള്ളൂ മാസത്തിൽ ബാക്കി. അല്ല, അത് കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മുടെ ഈ 5 ദിവസത്തെ നമ്മുടെ താളം ഈ 5 ദിവസം ഉറക്കം മാറാനോട് പറഞ്ഞാൽ 15 വർഷം റെസ്റ്റ് എടുക്കണം ആള് പറയുന്നത്. എന്നാലേ 5 ദിവസത്തെ ഉറക്കം പ്രോപ്പർ ആകില്ല, കറക്റ്റ് ആ റൊട്ടീൻ കറക്റ്റായിട്ട് വരില്ല. പിന്നെന്ന് വെച്ചാല് ഡെയിലി നമ്മൾ ഷൂട്ടിന് പോകുമ്പോ നമ്മൾ അതനുസരിച്ച് ടയേർഡ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ്.
ഈ ഫീൽഡ് തന്നെ നടക്കുന്നല്ലോ. വേറെ ഫീൽഡിൽ പോയാൽ ഭയങ്കരമായിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കേണ്ടി വരും. ഇപ്പം വേറെ ഫീൽഡ് എന്ന് പറയുമ്പോൾ അഭിനയം മാത്രമല്ല, കുറച്ച് എഴുത്ത് പരിപാടി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അപ്പം അതിനെ കുറിച്ചൊന്ന് പറഞ്ഞ. അത് വെറുതെ ബോറടിക്കുമ്പോ ഇരുന്ന് എഴുതുന്നതാണ്, അതൊക്കെ പറഞ്ഞല്ലേ. ഇല്ല, അമൃത ഒരു കഥ എഴുതിയിട്ടുണ്ട്. സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോഴാണ് ബാക്കിയുള്ള കലാപരിപാടികൾ. അത് സംഭവം എന്ന് പറഞ്ഞാൽ ഇവള് പറയുന്ന എന്തെല്ലാം കേൾക്കുമെന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയ സംഭവമാണ് ഇവള് എഴുതിയ കഥ ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ബാക്കിയുള്ള കഥ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഞാൻ എന്റെ സുഹൃത്ത് വിഷ്ണു ഞാനും കൂടി ചേർന്നിട്ടാണ് ഈ പ്രൊഡക്ഷൻ തുടങ്ങിയത്. പാർട്ട്ണർഷിപ്പിലാണ് തുടങ്ങിയത്. അപ്പം അവനും ഞാനും കൂടി കഴിഞ്ഞ വർഷം ഏകദേശം 2024 ഒരു 10-15 സ്റ്റോറിയിലും 18 സ്റ്റോറികളും കേട്ടിട്ടുണ്ടായിരിക്കും. പലരുടെ സ്റ്റോറി, ഇതുവരെ ഉള്ള സ്റ്റോറി ഞാൻ കേട്ടിട്ടുണ്ട്. എന്ത് കഷ്ടമുണ്ടല്ലേ. ഇന്നലെയും പറയായിരുന്നു, ഇന്നലെയും കഥ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് പകുതി കഴിച്ച് ഞങ്ങൾ കഥ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഞാൻ ചിച്ചി പറഞ്ഞ നേരം. പക്ഷെ അതുവരെ കേട്ടു, ഞാൻ അതുവരെ കേട്ടു. അന്നേരം നമ്മൾ തന്നെ എന്തോ വേറെ മാറ്ററും പറഞ്ഞു വേറെ. അല്ല, എനിക്ക് കുറച്ച് വർക്കുണ്ടായിരുന്നു, എനിക്ക് അതും കൂടി ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ ഞാൻ എന്നിട്ടെല്ലാം ചെയ്തിട്ട് വേണം ഉറങ്ങിയപ്പോ താമസം പോയി. പരാതി ഉണ്ടോ അതില്? പക്ഷെ ഞാനിതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അമൃത എഴുതിയ വേറൊരു കഥ ഞാൻ പകുതി പ്രിന്റെല്ലാം എടുത്ത് വായിക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചത് അപ്പൊ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ അതിന്റെ സ്റ്റോറി പ്രിന്റ് എടുത്ത് വെച്ചു. ഞാൻ എന്തിനാ വായിക്കും? വായിക്കൂ, വായിക്കാൻ വേണ്ടി എടുത്ത് വെച്ചത്. പക്ഷെ പ്രിന്റ് മാത്രം എടുത്തിട്ടുള്ളൂ, വായിച്ചിട്ടില്ല. എന്താ, സിനിമയ്ക്കാണോ അതോ സീരിയലിനാണോ? ഇതിലേക്ക് കഥ സീരിയലിന് വേണ്ടിയിട്ട്. അപ്പൊ സീരിയൽ പ്രൊഡക്ഷൻ എന്തായാലും സീരിയൽ ചെയ്യാനാണ് ആഗ്രഹം. നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുമ്പോൾ നമുക്ക് അതിനെ ഇച്ചിരി അറിയാവുന്നതിനെ കുറിച്ചാണല്ലോ. അപ്പൊ മാക്സിമം സീരിയൽ ചെയ്യാൻ പറ്റുന്നത്. പിന്നീട് സിനിമ ചെയ്യണമെന്നുണ്ടെങ്കിൽ അന്നേരം നോക്കാലോ. ഈ അഭിനയം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എന്തായാലും സിനിമ അഭിനയം താല്പര്യമുണ്ടോ? സിനിമയിലേക്ക് ചേച്ചിക്കോ? സിനിമയ്ക്ക് താല്പര്യമില്ല. ഞാൻ ഇങ്ങനെ ആദ്യമായിട്ടാ ഞാൻ കേൾക്കുന്നത്. സിനിമയിൽ പോകാൻ താല്പര്യമില്ല. സീരിയൽ ആവുമ്പോ സർക്കാർ ജോലി പോലെ ആണെന്നുണ്ടെങ്കിൽ മാത്രം സീരിയലാണ് സീരിയലാണ് എനിക്ക് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. മൂവിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാനായിട്ട് വേണ്ടെന്ന് വെച്ചതാണ്. പിന്നെ ഈ സീരിയല് അതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നിയിട്ട് പുള്ളിക്കാരി അതിനകത്ത് തന്നെ നിൽക്കും. ഞാനാണെങ്കിൽ സിനിമ തന്നെ നമ്മുടെ ഒരു കംഫർട്ട് അനുസരിച്ച് സീരിയലാണ്. ഡെയിലി വീട്ടിൽ വന്നിട്ട് പോവാം. ഇവിടെ തന്നെ അല്ലേ, നമ്മുടെ ചെയ്തിട്ടാണ് എപ്പോഴും ഷൂട്ട് ഉണ്ടാവുക. സിനിമ എന്ന് പറയുമ്പോൾ ലൊക്കേഷൻ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. എനിക്ക് കൂടുതൽ ഇവിടെ നിന്ന് വർക്ക് ചെയ്യാനാണ് ഇഷ്ടം. അതൊക്കെ കൊണ്ട് സീരിയലാണ്. പിന്നെ ഒരു ഫാമിലി ആയിട്ട് ഉടനെയുള്ള ഒരു 3-4 വർഷം ഇങ്ങനെ പോകും. മറ്റേത് ഇത്ര പാർട്ടിക്കുലർ ഒരു 15 വർഷം കഴിഞ്ഞ പരദൂഷണം പറയാറുണ്ടോ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും? ഞങ്ങള് പറയാം എന്തെങ്കിലുമൊക്കെ ഇരുന്നാലും നല്ലൊരു സമാധാനമായിരുന്നു. വേറെ ആളെ കുറ്റം പറയുന്നത് എന്തൊരാശ്വാസം അങ്ങനൊക്കെ ഇരിക്കും. ഞങ്ങൾ അല്ലാതൊന്നുമില്ല. എല്ലാരും പറയുന്നുണ്ട്, നമുക്കറിയാത്തതാണല്ലോ. എല്ലാരും ചെറിയൊരു ഇപ്പൊ ഞാനും എന്റെ ഇപ്പോൾ സിനിമയിലെ ഡയറക്ടർ ഞങ്ങൾ ഇടക്കിടക്ക് എന്തെങ്കിലും പ്രശ്നം ഞാൻ അങ്ങനെ ശരിയില്ല, അങ്ങനെയാണ് ശരിയില്ല. അത് എല്ലാവർക്കും ഇടയ്ക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടാവുമല്ലോ. അതൊരിക്കലും നമുക്ക് ഒരിക്കലും എത്ര വലിയ സുഹൃബന്ധമാണെങ്കിൽ പോലും ഒരു ചെറിയൊരു എന്താണ് വഴക്കുണ്ടാവാതിരിക്കത്തില്ല. ഞങ്ങളങ്ങ് പറയും, ഉള്ളിൽ വെച്ചിട്ട് ഇത് ചെയ്യുന്ന പരിപാടിയില്ല. അപ്പൊ നമുക്ക് എന്തായാലും നീ അങ്ങനെ കാണിച്ച് ശരിയായില്ല എന്നൊക്കെ നമ്മുടെ അടുത്താണെങ്കിലും നമ്മളെ ഫ്രണ്ട്സിന്റെ അടുത്താണെങ്കിലും നമ്മളങ്ങ് പറയും. നമ്മൾ ആ സമയത്ത് ഉണ്ടാവുന്ന നമ്മുടെ ദേഷ്യമായിരിക്കും നമ്മൾ പെട്ടെന്ന്. അതേ ഉള്ളൂ. മറ്റത് മനസ്സിൽ വെച്ചിട്ടുണ്ടോ അയ്യോ അങ്ങനെ ചെയ്ത് നമുക്ക് അങ്ങനെ ചെയ്യണം, അവരിങ്ങനെ ചെയ്തോണ്ട് ഇങ്ങനെ ചെയ്യണം, അതൊന്നുമില്ല. പിന്നെ നമ്മൾ പിന്നെ ആയാലും അവരെ കണ്ണാ ചിരിച്ച് കാണിക്കും. നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലായിരുന്നു നാളെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ എന്ത് ദേഷ്യമാണെങ്കിലും അന്നത്തെ ആ ദിവസത്തേക്ക് നമുക്ക് ഉണ്ടാവുന്ന സാധനമാണ് ദേഷ്യം. അതെ, നമുക്ക് നമ്മുടെ പ്രശ്നം വെച്ചിട്ട് നമുക്ക് നാണക്കേട. പിന്നെ ഞാൻ ദേഷ്യപ്പെട്ടോ ഞാൻ തിരിച്ച് സംസാരിക്കുന്നില്ല. നമ്മൾ അങ്ങനെയല്ല, ഞങ്ങൾ നാണമില്ല, ഞങ്ങൾ നല്ലത് സംസാരിക്കും. നാണം വെക്കേണ്ട ആവശ്യം എന്താണ്? ചിലപ്പോ ഈ പറയുന്ന ആൾ നമ്മൾ നാളെ ഞാനിപ്പോ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നാളെ ചത്തുവെത്തി വെച്ചോണ്ടിരുന്നിട്ട് കാര്യം എന്തെങ്കിലും ഒരു കാര്യമില്ല. പിന്നെ പിന്നെ മിണ്ടുക എന്നൊറ്റ കാര്യമുള്ളൂ. അതല്ല, സിനിമയിലും സീരിയലും അന്തർധാരമായ ശത്രുക്കളും വലിയ തരത്തിലുള്ള മിത്രങ്ങളും ഇല്ല എന്നതാണ് സാരം. ആരും ശത്രുക്കളായിട്ട് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ മുമ്പോട്ടായാലും ഇവരെയൊക്കെ കണ്ടിട്ടില്ലേ, അതുകൊണ്ട് ശത്രുക്കളായിട്ട് ആരും ഇല്ല എന്നാണ് ഞങ്ങളുടെ അറിവില്. നമുക്ക് ശത്രുക്കളില്ല, ഞങ്ങളോട് ഇനി ശത്രുക്കൾ ഉണ്ടെങ്കിലേ ഉള്ളൂ. നമുക്കാരും അങ്ങനത്തെ ഒരു സംഭവമില്ല, ഞങ്ങൾക്കില്ല. ഓക്കെ. ഇപ്പം ഈ സീരിയൽ അഭിനയ രംഗത്ത് നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ചലഞ്ചിങ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ടോ? കുറച്ച് ഇത് പാടാണത്, ഇത് ഞാൻ എങ്ങനെ ചെയ്യും എന്നൊക്കെ തോന്നിയിട്ടുള്ള ഏതെങ്കിലും രംഗങ്ങൾ? കൂളായിട്ടെല്ലാം ചെയ്യുന്നത് അറിയത്തില്ല. ഞാൻ കൂളായിട്ടാ ചെയ്യാറുണ്ട്. അങ്ങനെ ചിന്തിച്ചിട്ടില്ല. തുടക്ക സമയത്ത് ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഫീൽഡിലോട്ട് വന്ന സമയത്ത് സീരീസിലൊന്നും അറിയില്ല. നമ്മൾ ഈ ക്യാമറ, എനിക്കൊരു അനുഭവം തന്നെ ഉണ്ടായിട്ടുള്ളത്, ഒരു സീരിയലിൽ നിന്നപ്പോ എന്റെ റൈറ്റ് നീങ്ങാൻ പറഞ്ഞു. പക്ഷെ ക്യാമറയുടെ ലെഫ്റ്റ് ആണ് നമ്മുടെ റൈറ്റ്.
അപ്പം അത് തമ്മിൽ ഞാൻ ചെന്ന് പാടെ എനിക്ക് അറിയില്ലല്ലോ, അവരെന്താ ഇതിനെ പറ്റിയൊന്നും അറിയത്തില്ല. അന്നേരം എന്ത് ചെയ്യും ഏത് ചെയ്യുന്ന അങ്ങനെ തന്നെ ആ സീരിയലിൽ നിന്ന് എന്നെ റിജക്ട് ചെയ്തു. അറിയില്ല എന്നുള്ളത് വന്ന സമയത്ത്, ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത്. അപ്പോ എനിക്കത് ലൊക്കേഷൻ ഞാൻ അവിടെ നിന്ന് പോയപ്പോഴും എനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷെ അതനുസരിച്ച് എനിക്ക് പഠിക്കണമെന്ന് തോന്നി, എന്താ സംഭവം എന്നുള്ളത് പഠിക്കണമെന്ന് തോന്നി. കുറച്ച് അതൊരു ഫസ്റ്റിലെ ഇതായിരുന്നു. നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യണം എന്ന് അറിയില്ല. കാരണം വെച്ചാൽ ഒരിക്കലും ഞാൻ ഈ ഫീൽഡിൽ ആഗ്രഹിച്ച് വന്നതല്ല. സ്കൂളിലാണെങ്കിൽ പോലും നാടകത്തിനൊന്നും അങ്ങനെ ഞാൻ ആക്റ്റീവ് അല്ല. പാട്ടിനും ഡാൻസിനും സ്റ്റേജിൽ കയറും എന്നല്ലാണ്ട് ഈ അഭിനയം എന്ന് പറയുന്ന സാധനത്തിന് വേണ്ടിയിട്ട് ഞാൻ വന്നിട്ടില്ല. അപ്പൊ എന്തോ ദൈവനിയോഗത്തിൽ ഞാൻ ഇവിടെ വന്നു. അപ്പോഴാണ് ഒരു ചാൻസ് വന്നത്, അപ്പോഴാണ് ഞാൻ അഭിനയിക്കുന്നത്. അപ്പോഴാണ് ഞാൻ അഭിനയിക്കുമോ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ പാട്ടും ഡാൻസും അല്ല, അഭിനയം ഉണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ചക്രവാകം സീരിയലിന്റെ സമയത്ത് അപ്പോഴൊക്കെ ഞാൻ കുറച്ച് ചെറുതാട്ടോ. ചെറുതായിട്ടൊന്നും ഞാൻ ചെറുതല്ലേ ഞാനാണ്. അപ്പൊ പിന്നെ വിചാരിച്ചതോ പുള്ളിക്കാരുടെ നല്ല പ്രായമുണ്ട്. അപ്പൊ നമ്മള് ഒരു ടീനേജ് പ്രായത്തിലാണ് ഞാനുള്ളത്. ഞാനും അങ്ങനെ എനിക്ക് തോന്നുന്നു, ഞാനും 10 പഠിക്കാം. ഞാനെന്തോ മുതുക്കിച്ചോ അങ്ങനെ ഞാൻ പറഞ്ഞില്ല കേട്ടോ. ഞാൻ അതല്ല നല്ല ക്ഷീണമുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റീല് കണ്ടായിരുന്നു. ഞാൻ ഇതുപോലെ 30 വയസ്സിന് ശേഷം എടുക്കേണ്ട ടെസ്റ്റുകളെ കുറിച്ച് 40 നോക്കണം. 30 വേണ്ട. അതെ, 40 കഴിഞ്ഞിട്ടുള്ള നോക്കണം നമുക്ക്. അയ്യോ, അന്ന് എന്ന് പറയുന്നത് ഒരു കപ്പിൾ മൂവി ആയിരുന്നല്ലോ, ഒരു പ്രണയം ഉള്ളത്. അപ്പം അന്ന് അത് ടീനേജേഴ്സിനൊക്കെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത്, അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സീരിയലൊക്കെ ആയിരുന്നു. അപ്പൊ ആ സമയത്തും ഇപ്പൊ ഉള്ള ഒരു സമയത്ത് എന്ന് പറയുന്നത് നമുക്ക് ഒരു സ്വീകാര്യതയെ കുറിച്ച് എന്തെങ്കിലും വ്യത്യാസം അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ജനങ്ങൾ, ആ പ്രേക്ഷകരിൽ നിന്നും? ഇല്ല, അന്നത്തെ ആ ഒരു ക്യാരക്ടർ ഇപ്പൊ ഓട്ടോഗ്രാഫി ചെയ്യുന്ന സമയത്ത്, ജോലി എന്ന് പറഞ്ഞ ക്യാരക്ടർ സമയത്ത് കുട്ടികളായിരുന്നു അതിന്റെ ആൾക്കാരെന്ന് പറയുന്നത്. ചക്രവാകം ചെയ്ത സമയത്ത് ടീനേജിന്റെ ഇതായിരുന്നു. പിന്നെ അത് ചെയ്തോണ്ടിരിക്കെ തന്നെ വില്ലത്തിയുടെ ക്യാരക്ടർ ചെയ്തു തുടങ്ങി. പിന്നെ അവര് നോക്കുന്ന സീരീസില് ഫുൾ വില്ലത്തി ആയിട്ട് ചെയ്യുമ്പോൾ അതിന്റെ റെസ്പോൺസും വേറെ തന്നെയായിരുന്നു. എല്ലാ ക്യാരക്ടറും ഞാൻ ചെയ്ത ഇതുവരെയുള്ള ക്യാരക്ടർ എല്ലാവരും പ്രേക്ഷകരും കൈനീട്ടി സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു സീരിയൽ അത് അനുഭവം ഉള്ളത് എനിക്ക്. അത് സീരിയല് ചെയ്തിട്ട് പട്ടുസാരി ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ പോയപ്പോ ട്രെയിനിൽ പോയപ്പോ ഒരാള് ഡേ എന്ന് പറഞ്ഞു കൊടുത്തു. ഞാൻ ജസ്റ്റ് ആയിരുന്നു ഇവിടെ ഒരു അമ്മ നിനക്ക് വേറെ വേലയില്ലോടി എന്ന് പറഞ്ഞത്. ജസ്റ്റ് മിസ്സിലിങ്ങനെ പോയി. അത് അനുഭവമായിരുന്നു. പക്ഷെ അവർ അത്രയും കുറച്ച് പോസിറ്റീവ് ക്യാരക്ടറിലേക്ക് പോസിറ്റീവ് ആയിരുന്നു. ആദ്യം ആദ്യത്തെ ഇതായിരുന്നു. അപ്പൊ അത്രയും അവർ ഏറ്റെടുക്കുന്നുള്ളത് കൊണ്ടാണ് അത് ക്യാരക്ടറിന്റെ വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ ചോദിച്ചത് അന്നത്തതും ഇന്നത്തതും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ പ്രേക്ഷകർക്ക് എന്നുള്ളതാണ്. സീരിയൽ എല്ലാരും ആ ഒരു പാറ്റേണിൽ തന്നെയാണ് കാണുന്നത്. പിന്നെ ചെറിയ ഇപ്പൊ എല്ലാവരും സോഷ്യൽ മീഡിയ വന്നതുകൊണ്ട് എല്ലാവരും അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി. അത്രേ ഉള്ളൂ. പണ്ട് അത്ര അഭിപ്രായങ്ങൾ നമ്മൾ അറിയുന്നില്ലായിരുന്നു. ഇപ്പൊ അഭിപ്രായങ്ങൾ കേൾക്കാൻ തുടങ്ങിയത്. ഇപ്പോഴത്തെ ആൾക്കാർ ഇത് ഇങ്ങനെ പോകണ്ട. ഇപ്പം ആൾക്കാരാണ് പറയുന്നത് ഈ സീരിയൽ ഇങ്ങനെ പോകേണ്ടത്, ഇങ്ങനെ പോകും. യൂട്യൂബിലെ കമന്റും ഇൻസ്റ്റാഗ്രാമിലെ കമന്റും നോക്കുമ്പോൾ നമുക്ക് അറിയാം. അത് ശ്രദ്ധിക്കാറുണ്ടോ? ഞാൻ അങ്ങനെ ഞാൻ ആകെ പഠിക്കുന്നു. ഞാൻ ഇപ്പോഴത്തെ ഈ പത്രമാറ്റ് കയറിയപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഞാൻ അതിന് മുമ്പും ഞാൻ നോക്കിയിട്ടൊന്നുമില്ല. ഞാൻ അതിന് മുമ്പ് സസ്റ്റൈൻ ചെയ്തപ്പോഴാണ് ഞാൻ നോക്കിയിട്ടൊന്നുമില്ല. ഞാൻ ഈ സമയത്താണ് ഞാൻ പത്രമാറ്റ് കയറിയപ്പോഴാണ് ഞാൻ നോക്കുന്നത്. അപ്പോഴെങ്ങനെ കൊള്ളാം, എല്ലാരും തെറി വിളിക്കുന്ന ആവശ്യമുണ്ട്, എന്ത് ദുഷ്ടനാന്നൊക്കെ പറഞ്ഞേ അപ്പൊ ഞാൻ കൊള്ളാം, എനിക്ക് ഇഷ്ടം. ശ്യാമും നല്ല ക്യാരക്ടറായിരുന്നു അതിനും കേട്ടിട്ടുണ്ട്. അതെ അതെ, അതിന് കുറെ പേര് അല്ലാതെ പറഞ്ഞു. അത് നല്ല നെഗറ്റീവ് ആയിരുന്നു. അടുത്ത സീരിയൽ തന്നെ ഇപ്പൊ എല്ലാരും നെഗറ്റീവ് ആയിട്ടാണ് കൊടുക്കുക. നേരത്തെ പോസിറ്റീവ് ആയിരുന്നു, മൊത്തം നെഗറ്റീവ്. ഞാൻ സീതാരാമത്തിലും സ്നേഹത്തിലും പഞ്ചാഗ്നിയിലും ചെയ്തത് പോസിറ്റീവ് ആണ്. പക്ഷെ നെഗറ്റീവ് ആണ്. അല്ലാതെ നായകനായിട്ടായിരുന്നു, സ്നേഹത്തിൽ നായകനായിരുന്നു. സീരിയസ്ലി ഞാൻ പറഞ്ഞ ഉള്ള കാര്യം പറയട്ടെ, ചേട്ടന് നെഗറ്റീവ് ക്യാരക്ടറാണ് കൂടുതലും സൂട്ട് ആവുന്നത്. നമ്മള് ചില ദിവസങ്ങളിലെ എപ്പിസോഡ് ഇങ്ങനെ കാണും. ഞാനിവിടെ ചൂടാവുന്നുണ്ട്. അമ്മ നിങ്ങൾ നെഗറ്റീവ് തന്നെ
നെഗറ്റീവാ നല്ലത്. ഞാൻ കണ്ടിട്ട് ഞാൻ ഫസ്റ്റിലെ അഭിപ്രായം പറഞ്ഞു, ചേട്ടൻ പോസിറ്റീവിനെക്കാളും പോസിറ്റീവ് ചെയ്യുന്നുണ്ട്, ഇല്ലാന്നല്ല, പക്ഷെ കുറച്ചും കൂടെ പെർഫോമൻസ് കിടക്കുന്നത് ചേട്ടന്റെ നെഗറ്റീവിലാണ്. ഞാൻ ആകെ 2 സീസൺ നായനായിട്ട് ചെയ്തിട്ടുള്ളൂ. മറ്റേ രണ്ടാമത്തെ സെക്കൻഡ് ഹീറോ ആയിട്ടായിരുന്നു സീതാരാമത്തിൽ വിവേകവും ഞാൻ വരുന്നു. ആദ്യത്തെ സീനിൽ ഞാൻ നായനായിട്ടായിരുന്നു. അപ്പൊ എനിക്ക് പിന്നെ ഒരു നായനായിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് നായനായിട്ട് ആരും വിളിക്കുന്നില്ലല്ലോ, എല്ലാം നെഗറ്റീവായിട്ടാണല്ലോ വിളിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വില്ലനായിട്ട് എൻട്രി എന്നത് എനിക്ക് തോന്നുന്നു മെല്ലാന്റെ ഏതോ ജന്മ കൽപ്പനയ്ക്കകത്ത് സച്ചിൻ സാർ ഇറങ്ങിയതാണ്. പുള്ളി എന്നോട് പറഞ്ഞു വില്ലനായിട്ട് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ ചെയ്യാല്ലേ, നമുക്ക് നോക്ക് ട്രൈ ചെയ്ത് നോക്ക്, ചിലപ്പോ കിട്ടിയാലോ നോക്കും. അത് കയറി പിടിച്ചാണ് കമ്പനി എത്തിയതുണ്ടായി. പിന്നീട് എല്ലാരും വിളിക്കുന്നത് വില്ലനായിട്ടാ. പിന്നെ ഏത് സീനിൽ വിളിച്ചാലും സൈക്കോ ആയിട്ട് വിളിച്ചു. നമ്മുടെ അരുൺ ഘോഷേട്ടന്റെ കോൺസ്റ്റബിൾ മഞ്ജുവിനകത്ത് സൈക്കോ ആയിട്ടാണ് വിളിച്ചത്. അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. അമൃതയുടെ എന്തോ വിളിച്ചു ഞാനൊരു പാവമാണ്. ഞാനൊരു പാവം. ചില സമയത്ത് ചില സൈക്കോ തന്നെ ഞാൻ കാണിച്ചാലും ഞാൻ പാവമാണ്. ചേച്ചി സൈക്കോ നല്ല പാവല്ലേ അമൃത. ഇത് ഇങ്ങനെ ഇരിക്കുന്നല്ലേ, സൈക്കോ അല്ല, കുട്ടിത്തരം. കുട്ടികളിയാ മൊത്തത്തിൽ. സത്യം എനിക്ക് എന്റെ മൂത്ത കൊച്ചായിട്ടാ വീട്ടില്. അതെ അതെ മേയ്ക്കാൻ പാടാ. എന്തൊക്കെ ഞാൻ എന്തെങ്കിലും കിച്ചണിന്റെ ജോലി ചെയ്തിരിക്കുമ്പോ അമൃതേ അതെവിടെ ഇരിക്കണേ കൊണ്ടുകൊടുത്ത്, അമൃതേ ഇത് എവിടെ ഇരിക്കണേ, ഇത്തിരി മേയ്ക്കാൻ പാടാ. ഓക്കെ. അപ്പം ഞാൻ അഭിനയത്തിനെ കുറിച്ച് ചോദിച്ചത്, ചേട്ടനാണല്ലോ സിനിമയിലേക്ക് അഭിനയിക്കാൻ താല്പര്യം എന്നുള്ളത് പറയുന്നത്. അപ്പം അതില് എങ്ങനെയൊക്കെ ഏതൊക്കെ കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിക്കാൻ കുറച്ചും കൂടി ഇഷ്ടമുള്ളത്? ഐ മീൻ ഇന്ന ഒരു കഥാപാത്രം കിട്ടി എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നു. ഓക്കെ. ദൃശ്യം 4 ഇറക്കുകയാണെങ്കിൽ നമുക്ക് സമയം ഇല്ലെങ്കിൽ ഞാൻ വേണം ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ പുള്ളിയോട് സംസാരിച്ചോ. ഓക്കെ ആണെങ്കിൽ മെയിൻ. എനിക്ക് എല്ലാവരും മലയാളികൾക്കാണ് പുള്ളി അല്ലാത്തത്. എനിക്ക് പുള്ളിയാണ് ഇഷ്ടം. പിന്നെ എന്താണ്, എനിക്ക് അങ്ങനെ അറിയത്തില്ല സത്യം പറഞ്ഞാൽ. ഇതിൽ ഓഡീഷൻ ഒന്നും പോയിട്ടില്ല. എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഈ പോർട്ട്ഫോളിയോ കൊടുത്തിട്ട് ഇങ്ങനെ പോകണം. ഞാൻ നമ്മുടെ അഭിനയം വിളിച്ചപ്പോൾ എന്തിനീ പോർട്ട്ഫോളിയോ കൊടുക്കുന്നത്, ചില സമയത്തൊക്കെ നമുക്ക് ഞാൻ വരത്തില്ല, ഞാൻ ആർട്ടിസ്റ്റ് ഓൾറെഡി എന്നൊക്കെ തോന്നുന്ന സംഭവം ഉണ്ടല്ലോ. പക്ഷെ അതൊക്കെ ഒതുങ്ങി. ആദ്യമായിരുന്നു, തുടക്കത്തിലായിരുന്നു. മര്യാദയ്ക്ക് പണിയെടുത്താലേ പൈസ കിട്ടത്തുള്ളൂ മനസ്സിലായി, ജോലിയും കിട്ടുള്ളത് മനസ്സിലായി. ഇപ്പൊ ഓഡീഷന് പോയി തുടങ്ങണം എന്നൊരു ആഗ്രഹമുണ്ട് എനിക്ക്. സിനിമയുടെ ഓഡീഷനെ ഇതുവരെ പോയിട്ടില്ല. പിന്നെ ഇപ്പൊ ഇങ്ങനെ പ്രൊഡക്ഷൻ ചെയ്തത് കൊണ്ട് എനിക്ക് കുറച്ച് കോൺടാക്ട് കൊണ്ട് നമുക്ക് ആ മുഖേന എന്തെങ്കിലും കയറാൻ പറ്റുമെന്ന് നോക്കുന്നുണ്ട് ഞാൻ. എനിക്ക് അഭിനയത്തിലേക്കാണ്. ഇപ്പൊ നമ്മൾ തന്നെ പ്രൊഡക്ഷൻ ചെയ്താലും ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഈ പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടില്ല. കാരണം ഇത് ഞാൻ പ്രൊഡക്ഷൻ എന്താണെന്ന് പഠിക്കാൻ വേണ്ടി ചെയ്താൽ. അപ്പൊ ഞാൻ അവിടെ അഭിനയിക്കാനോട് കയറി കഴിഞ്ഞാൽ അതൊരു ഇതായി പോകും. അപ്പൊ എനിക്ക് പ്രൊഡക്ഷൻ പഠിക്കാൻ പറ്റില്ല, അഭിനയം വൃത്തിക്ക് പോകത്തില്ല. ഏതെങ്കിലും ഒന്ന് ഫോക്കസ് ചെയ്തുകൊണ്ട് ഞാൻ ഫസ്റ്റ് പൊക്കോട്ടെ. ഇപ്പൊ പ്രൊഡക്ഷൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ശേഷം ഞാൻ എന്തായാലും അഭിനയത്തിലേക്ക് ഷോർട്ട് ഫിലിമുകളും ശ്രദ്ധിച്ചു. ഷോർട്ട് ഫിലിം ഞാൻ ഷോർട്ട് ഫിലിം ഇപ്പൊ ഞാനിപ്പോ ഒരു ഷോർട്ട് ഫിലിം ഞാനിപ്പോ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. 2 ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. 2 ഷോർട്ട് ഫിലിം ഞാൻ ചെയ്തു. ഞാൻ ഡയറക്ട് ചെയ്തായിരുന്നു 2 ഷോർട്ട് ഫിലിം. പിന്നെ ഞാൻ തന്നെ കഥ എഴുതിയത്. വലിയ രസമുള്ള കഥയൊന്നുമല്ല. പിന്നെ എനിക്ക് പഠിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ്. ഞാൻ ആക്ച്വലി എനിക്ക് എങ്ങനെയാണ് ഡയറക്ഷൻ, എങ്ങനെയാണ് പ്രൊഡക്ഷൻ എന്നുള്ളത് പഠിക്കണം എന്ന് തോന്നിയിട്ട് ഓരോ മേഖലയും നന്നായി അറിയണം എന്ന് ആഗ്രഹമുണ്ടല്ലേ? തീർച്ചയായും. എനിക്ക് ഇപ്പൊ ഞാൻ തന്നെ ക്യാമറയുടെ പരിപാടി എങ്ങനെ എനിക്ക് ആക്ച്വലി ഷോർട്ട് ഫിലിം എനിക്ക് ഈ ആദ്യമേ എനിക്ക് ഡയറക്ഷൻ എന്താണെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ ആദ്യത്തെ സീൽ ചെയ്തപ്പോൾ പുള്ളിക്കാരുടെ പോയിരുന്നിട്ട് ഷോർട്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യാം അങ്ങനെയൊക്കെ ഞാൻ ചുമ്മാ പഠിച്ചോണ്ടിരുന്നു. പിന്നീട് ക്യാമറയുടെ കാര്യം അവിടെ നമ്മുടെ ചേട്ടനാണ് പുള്ളിക്കാരുടെ അടുത്ത് പോയിരുന്നിട്ട് ക്യാമറയുടെ പരിപാടി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഓരോന്നോരോന്ന് ഇങ്ങനെ പഠിച്ചെന്ന് വെച്ചാൽ മൊത്തം പഠിച്ചിട്ടൊന്നുമില്ല, ഇപ്പോഴും പഠിക്കാനുണ്ട്. ഒത്തിരി പരിപാടി ഉണ്ടെന്ന് ഞാൻ പിന്നീട് പഠിച്ചു. ഇതിനകത്ത് ഓരോ കാര്യങ്ങളും പഠിക്കാനുണ്ട്. പിന്നെ എന്താണ് ഒരു ഷൂട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും അഭിനയിച്ചു തിരിച്ചു പോകുന്നു, ഡബ് ചെയ്യുന്നു, അതൊക്കെ നമുക്കറിയുന്നു. പക്ഷെ ഒരു ഷൂട്ട് കഴിഞ്ഞ് ബാക്കി എന്തൊക്കെയുണ്ട്, പോസ്റ്റ് പ്രൊഡക്ഷൻ എന്തൊക്കെയാണെന്നൊക്കെ അറിയാനുള്ള സംഭവം എന്തൊക്കെയാണ് ഞാൻ പഠിച്ചു. എല്ലാം ഞാൻ പഠിച്ചിട്ടിരിക്കുന്നു. ഇപ്പൊ ഓൾമോസ്റ്റ് ഇപ്പൊ എല്ലാം പഠിച്ചു എന്ന് പറയാമോ, പകുതി ഞാൻ പഠിച്ചു വെച്ചു. കാരണം ഇനിയും അറിയണമെന്ന്. ഇനിയിപ്പം പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ട് ഇനി എന്തൊക്കെയാണെന്നുള്ളത് കൂടി എനിക്കറിയാം. കാരണം ഇനിയിപ്പോ എങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ അങ്ങനത്തെ കാര്യങ്ങൾ, ഇതിനി എന്താണ്, ഇതെങ്ങനെയാണ് സെയിൽ ചെയ്യുന്നത്, ഇതൊക്കെ മാർക്കറ്റിംഗ് പഠിക്കണം. അത് തീരുന്നില്ല, നന്നായിട്ട് പഠിക്കാറുണ്ട്. ഇനി ഞാൻ കുറച്ച് കപ്പിൾ ക്വസ്റ്റ്യൻസിലേക്ക് കയറുവാണേ. പേടിക്കണ്ട, എന്തെങ്കിലും അങ്ങനെ വലിയ ചെറിയ ചെറിയ കാര്യങ്ങളുള്ളൂ. അപ്പൊ ആദ്യം ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നമ്മൾ ദേഷ്യപ്പെടുമല്ലോ, ഈ ദേഷ്യപ്പെടുമ്പോ ആദ്യം കോംപ്രമൈസ് ചെയ്യുന്നത് ആരായിരിക്കും?
കാശി ഇവള് പറയാം എന്തിനേട്ടാ ഞാൻ ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ പറഞ്ഞാൽ പോരെ, എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ ചോദിക്കും. ഞാൻ ശരി ഓക്കെ. ഈ ദേഷ്യപ്പെടുമ്പോ ഭയങ്കര പ്രശ്നമായി തോന്നാറുണ്ടോ? ഞാൻ പറയുന്ന കാര്യം തന്നെ വെച്ചാൽ സ്വീറ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ, എന്തിനാ ഈ റേസ് ചെയ്തിട്ട് സംസാരിക്കുന്നത് ചോദിക്കും. പിന്നെ ഇത് കളിയാക്കും, അതെന്താ ചെയ്യാത്തേ, പിന്നെ ഞാൻ ഭയങ്കര സ്വീറ്റ് ആയിട്ട് പിന്നെ സംസാരിക്കുന്നു. ഇങ്ങനെയൊക്കെ പിന്നെ ഞാൻ അമൃതി മോളെ നീ വന്ന് എടുത്തേ എന്നൊക്കെ പറയുന്നത്. പിന്നെ എല്ലാം സ്വീറ്റ് ആയിട്ടായിരിക്കും ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ. അടുത്തത് ചേച്ചീൻ്റെ ഇഷ്ടമുള്ള ഒരു കാര്യവും അതിൻ്റെ ഒരു റീസണും. നന്നായിട്ട് കുക്ക് ചെയ്യും. അതിന്റെ റീസൺ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. വളരെ പെട്ടെന്ന് എന്റെ ചോദ്യത്തിന് ഉണ്ടാക്കി തന്നു. വേറെ എന്തെങ്കിലും ആലോചിക്കണമെന്ന് കണ്ടാ ഇപ്പൊ പിടിക്കാം. വാഷിംഗ് മെഷീൻ കൊണ്ടുവന്നിട്ടാ മാത്രം മതി. കുക്ക് ചെയ്തതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഓക്കെ. വേറൊന്നും ഇല്ലെന്ന് വെച്ചാൽ ഇഷ്ടമുള്ള കാര്യം വേറെ എന്താ പോലെ 5 വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ കലഹം ഇഷ്ടമല്ല. അതേപോലെ തന്നെ ചേട്ടന്റെ ഇഷ്ടമുള്ള ഒരു കാര്യം അതിന്റെ ഒരു കാരണം. അതൊന്നും ഇല്ലെന്ന് പറയാൻ. ചേട്ടന്റെ ഇഷ്ടമുള്ള കാര്യം തീരല്ല കേട്ടോ. അവിടെ കുക്കിംഗിലുണ്ട്. അതെ ഞാൻ ചേട്ടൻ നന്നായിട്ട് വണ്ടി ഓടിക്കും, അതുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. ഇല്ല അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാനില്ല. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളും ഞാൻ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെയ്തു തരാന്ന് പറഞ്ഞു. ആദ്യം എന്തെങ്കിലും പറയാം, അതെന്തിനാ ചെയ്യണം, അതിങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാം, അതിപ്പോ പോണ്ടാതെ നാളത്തേക്ക് മാറ്റി പോയി മറ്റേതൊക്കെ പറയും. പക്ഷെ ഏറ്റവും എൻഡില് ചെയ്യേണ്ടതെല്ലാം ചെയ്തു തരും. പിന്നെ എടുത്ത് പറയുന്നത് ഭയങ്കര ജോളിയാണ്. എനിക്ക് കൂടുതൽ ഇഷ്ടം, എനിക്ക് നല്ല എന്റർടൈൻമെന്റ് ആണ്. എനിക്കതാണ് ഏറ്റവും ഇഷ്ടം. കുറച്ച് ഫണ്ണി, കുറച്ച് കുട്ടിത്തരം ഉള്ളത് കൊണ്ട് സീരിയസ് ആവേണ്ടടുത്ത് ചേട്ടൻ സീരിയസ് ആവുന്നുണ്ട്. പക്ഷെ കുട്ടിത്തരം ഉള്ളതുകൊണ്ട് എനിക്ക് സമയം പോകുന്നുണ്ട്. സമയം പോകാൻ വേണ്ടിയാണോ ഞാൻ അങ്ങനെ മല പോലെ വന്നത് പല കാര്യങ്ങളും. ഈ സീരിയലിലൊക്കെ ഹെവി വർക്ക് സ്ട്രെസ് ആയിട്ട് വരുമ്പോ കുറച്ച് ഫണ്ണിയായിട്ടൊക്കെ ഇരിക്കുന്ന ആളാണ്. ട്രിപ്പ് ഇഷ്ടപ്പെടുന്ന ആളാണ്. സ്ഥലങ്ങളിലൊക്കെ കൊണ്ട് കറങ്ങാനൊക്കെ കൊണ്ട്. എവിടെയൊക്കെ പോയിട്ടുണ്ട്? മൂന്നാർ, ഊട്ടി, വാഗമണ്ണ്, വിദേശ രാജ്യങ്ങളായ ശംഖുമുഖം. ഇല്ല ഞങ്ങള് കറങ്ങാനൊക്കെ പോകും. പെട്ടെന്ന് ഇപ്പൊ നമ്മൾ സഡൻലി ഒരു ഐഡിയ നമുക്ക് അടുത്ത സാറ്റർഡേ നമുക്ക് പോയാലോ അങ്ങനെയുള്ളതൊന്നല്ല. ഇപ്പൊ നമ്മളിവിടെ ചായ പിടിച്ചോണ്ടിരിക്കും, നമുക്കൊന്ന് ട്രിപ്പ് വരും, ഓക്കെ ഞാൻ റെഡി, അപ്പൊ തന്നെ പാക്ക് ചെയ്യാൻ പോകും. ഈ അവസരം ഇനി വേറെ കിട്ടില്ല. അപ്പൊ തന്നെ നമ്മൾ തീരുമാനിച്ച അപ്പൊ തന്നെ അങ്ങനെയാണ്. അല്ലാതെ നാളത്തേക്ക് മാറ്റിയിരിക്കുന്ന വിധം പരിപാടിയൊന്നുമില്ല. ഒരു ഗോവ ട്രിപ്പിന്റെ ഒക്കെ ഞാൻ സ്റ്റോറി ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോണം. വിദേശത്തേക്ക് പോകാനുണ്ടെങ്കിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആരെങ്കിലും കൊളാബ് തരണം. വിളിക്കണം ഞങ്ങളെ. നല്ല നല്ല ആൾക്കാരെ വിളിക്കട്ടെ. വിദേശ കൊളാബ് സ്വീകരിക്കുന്നതാണ്. ഒത്തിരി അടുത്ത് പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ തൈലൻഡൊക്കെ പോകാൻ പറ്റുന്നുണ്ടല്ലോ. പോകുന്നുണ്ടോ ഒരു പാക്കേജ് ഉണ്ടല്ലോ. പോണം. ഏതെങ്കിലും നല്ല കൊളാബ് വരണം. നല്ല കൊളാബിന് ആരെങ്കിലും വിളിക്കണേല്ലേ. അതുവരെ വെയിറ്റ് ചെയ്യണല്ലോ ആലോചിക്കുമ്പോഴാണ്. ഓക്കെ. ഇനി പ്രശാന്ത് ചേട്ടന്റെ ഇഷ്ടമുള്ള ഒരു സിനിമ ഉണ്ടാവുമല്ലോ, അതേതാന്നറിയോ? ദിലീപേട്ടന്റെ എല്ലാ സിനിമകളും ഇഷ്ടമാണ്. CID എത്ര പ്രാവശ്യം കണ്ടോന്ന് എനിക്കെന്നെ അറിയില്ല. കല്യാണം കഴിഞ്ഞ് വന്ന സമയം തൊട്ട് ഇപ്പൊ ആണെങ്കിലും ടിവിയിൽ ഇട്ട് കാണും. ലാലേട്ടന്റെ വലിയ ആരാധകനാണെന്ന് പറഞ്ഞിട്ട് ദിലീപേട്ടന്റെ മൂവി അല്ല, അതാ ഞാൻ പറഞ്ഞ കുട്ടിക്കുറുമ്പെല്ലാം ഫുള്ള് ദിലീപേട്ടന്റെ സാധനങ്ങളാണ് കയ്യിരിക്കുന്നത്. പിന്നെ ലാലേട്ടൻ ഇതുമാണ്, ഫാനുമാണ്. ലാലേട്ടന്റെ മൂവീസും കാണാറുണ്ട്. പക്ഷെ കൂടുതലും ചേട്ടൻ എന്ന് വെച്ചാല് ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന മൂവിയൊന്നും പുള്ളിക്കാരൻ നോക്കുന്നതല്ല. കൂടുതൽ ചിരിച്ചു മറിയണം. അതെ, ചിരിച്ചു മറിയണം. അതുകൊണ്ട് കുറച്ച് ദിലീപേട്ടന്റെ സ്റ്റോറീസ് ആണ് കൂടുതൽ അങ്ങനെ വരാറുള്ളത്. CID മൂസ, തിളക്കം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളായിരിക്കും കൂടുതൽ ഇഷ്ടം. ചേച്ചിന്റെ ഇവർക്ക് മഹേഷ് ബാബുന്റെ പടം തോന്നുന്നില്ല. മഹേഷ് ബാബുന്റെ മൂവീസ്, വിജയ് സേതുപതി, അമൃത. പിന്നെ പ്രേതപ്പടമൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം പ്രേതപ്പടം അല്ലത്, അത് വേറെന്തോ ചിരിക്കാനുള്ള സാധനം. അമൃത ചേട്ടാ ഞാനൊരു യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു, അതൊരു പടത്തിന് ഞാൻ പേര് പറഞ്ഞില്ല, വീഡിയോ കണ്ടു ഞാൻ. എന്നിട്ട് ഞാനും ഇപ്പൊ എന്റെ ഫ്രണ്ട് വിഷ്ണു അവന്റെ വൈഫിടെ ഇരിക്കും. രാത്രിയായിട്ട് ഞങ്ങൾ നമുക്കൊന്നൊരു പ്രേതപ്പടം കാണാം. അപ്പൊ അവള് പറഞ്ഞു ഇന്നതാണ് പടത്തിന്റെ പേര്. ഞാൻ എന്റെ ഫസ്റ്റ് ഷോട്ടേ കണ്ടു, പേടിച്ചു പോയി. ഞാനെന്ന് വെച്ചു
ബാക്കി ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ ഭയങ്കര പോയി. അതൊരു ചെറിയ സീൻ. അത് കണ്ടിട്ട് കൂടി ഞങ്ങൾ ചിരിക്കുകയായിരുന്നു. ഞങ്ങൾ ആ പടം പറയും, ഞങ്ങൾ ഒരു പടം അത് ഇരുട്ടാക്കിയെല്ലാം വെച്ച് ഞങ്ങൾ രാത്രിയായിരുന്നു കാണും. ഞങ്ങൾ പ്രേയറിന് പടം ഞാൻ ചുറ്റ അപ്പൊ അവരോട് ഞങ്ങൾ നിൽക്കണം കുറച്ച് കഴിയുമ്പോഴേക്കും പ്രേയർ പേടിക്കുന്നു. തുടക്കം കോമഡി ആയി. ഇവനും ഞാനെല്ലാം ചിരിക്കുവോ, ഞങ്ങൾക്ക് ചിരി. ഞാൻ ഈ ഷോട്ടാ കണ്ടത്, പക്ഷെ ഇതിനകത്ത് ഇപ്പൊ കണ്ടപ്പോ പേടിക്കാനില്ലല്ലോ. ഞങ്ങൾ കുറച്ചിട്ട് അവസാനം പടത്തിന്റെ അവസാനം വരെ കണ്ടിട്ട് ഞങ്ങളവിടെ ചിരിച്ചിട്ട് ഞങ്ങൾ പറയുന്നത് നല്ല പ്രേതപ്പടം എന്ന് പറഞ്ഞു. അവന്മാര് ചിരിക്കുകയായിരുന്നു പടത്തിന്റെ. പ്രേതപ്പടം ഒന്നും അല്ലായിരുന്നത്, മലയാളം പടം തന്നെയാണത്. അത് മലയാളത്തെ അല്ല, അത് പേര് പറയുന്നില്ല, മോശമാണ്. അത് നമുക്ക് ചിരി വന്നു. അത് ആൾക്കാരുടെ കുറച്ച് ആ കഥ അങ്ങനെയാണ് പോയത്. ഓക്കെ, അപ്പൊ ഞാൻ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കൂടുതൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ വേണം? ഇഷ്ടമല്ല ഈ ചോദ്യത്തിന്. എന്തെങ്കിലും ചോദിക്കണോ? ഞാൻ വേണ്ട, പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമല്ല ചോദ്യം ചോദിക്കുന്നത്. മലപ്പുറത്ത് ഇല്ലേ? ഞങ്ങള് നേരത്തെ ഇതൊക്കെ ട്രൈ ചെയ്തിട്ടുള്ള തെറ്റാ പറയുന്നത്. എല്ലാം തെറ്റാ. ആകപ്പാടെ 1-2 കാര്യം കണ്ടേ ഉള്ളൂ ശരി, ബാക്കി എല്ലാം തെറ്റാണ്. ഞങ്ങൾ ഓരോ സമയത്ത് അപ്ഡേറ്റ് ചെയ്യും. ഇതേപോലെ മറ്റേ ആൾക്കാരെ അപ്ഡേറ്റ് ചെയ്തില്ല, ഞങ്ങൾ ഓരോ സമയത്ത് അപ്ഡേഷൻ ചെയ്യും. ഇഷ്ടമുള്ള ഫുഡ് ചപ്പാത്തി. അവിടത്തേക്കോ ടീച്ചറെ നിനക്കൊന്നും ഇഷ്ടമുള്ളത്? അവർക്ക് ചില സമയത്ത് പുട്ടൊക്കെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞേക്കാം. നമ്മൾ അപ്ഡേഷൻ എനിക്ക് ഒറ്റ അപ്ഡേഷൻ ഉള്ളൂ, ചപ്പാത്തി. ചപ്പാത്തി, പിന്നെ ബിരിയാണി. നോൺ ഐറ്റംസിൽ ബിരിയാണി, മന്തി ഒക്കെ കഴിക്കാൻ താല്പര്യം? മന്തി കഴിക്കും, പക്ഷെ എനിക്ക് ബിരിയാണി എല്ലാം എല്ലാം മേടിക്കും. അല്ലെ പിന്നെ പൊറോട്ടയും ബീഫും ഇതൊക്കെയാണ്. അത് ഇപ്പൊ കുറച്ച് കൊളസ്ട്രോൾ ഉള്ളതുകൊണ്ട് ഷുഗർ ആയോ എന്നൊരു സംശയം. അതായത് പഞ്ചാരയാണെന്ന്. അതെ, അതാ മനസ്സിലായി. ഞാൻ ചില കാര്യങ്ങൾ മൈൻഡ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് മൈൻഡ് ചെയ്യാൻ പാടില്ല. പിന്നെ എന്താണ് പുട്ടൊക്കെ കഴിക്കുന്നതാണ് എന്തും തിരിഞ്ഞടിക്കാത്തൊന്നും കഴിക്കും. ഞാൻ 2 നേരം തിന്നുള്ളൂ. ഞാൻ 2 കഴിക്കത്തില്ല. കഴിച്ചപ്പോ അതിന്റെ ഇത് വന്നിട്ട് ചുണ്ടിലിങ്ങനെ കൊരുത്തിരുന്ന ചത്താലും ജീവനുള്ളതാണ്. അല്ല, അത് ജീവനുള്ള അതിന്റെ കാലിന്റെ സാധനം ഉണ്ടായിരുന്നല്ലോ, അത് കാണുമ്പോ എനിക്ക് പേടിക്കായിരുന്നു. ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോ കുറച്ച് ഞണ്ട് കണ്ടേ. പിന്നെ പൊളിച്ചു കൊടുത്താലേ ടേസ്റ്റ് ചെയ്യും, അല്ലാതെ സ്വയം എടുത്ത് താല്പര്യമില്ല. സീ ഫുഡ് കഴിക്കും ഞാൻ. എനിക്ക് ഹമൂർ മീനാണ് ഇഷ്ടം കൂടുതലും. എനിക്ക് അല്ല പിന്നെ നെയ്മീൻ വേണം. എനിക്ക് ഇച്ചിരി ഇതായിട്ടുള്ള മീൻ വേണം. അല്ല, ഞാൻ ഈ മത്തി ഞാൻ കഴിക്കും. അയല, ചൂര, പൊടിമീൻ ഉണ്ടല്ലോ, നത്തോലി അത് കഴിക്കും. അതെനിക്ക് ഇഷ്ടമാണ്. അത് ഫ്രൈ ചെയ്ത് കഴിക്കാം. ഇന്ന് കടയിൽ മേടിച്ചിട്ടുണ്ടാവും. ഇന്ന് ഇവിടെ ഇല്ലായിരുന്നല്ലോ, ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്തില്ല. ചപ്പാത്തി വരുത്തും കുക്ക് ചെയ്യാൻ. പിന്നെ തക്കാളി എല്ലാം കൂടെ വെച്ച്, തക്കാളിയും മുട്ടയും എല്ലാം കൂടെ വെച്ചിട്ടുള്ള ഒരു സംഭവം ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ. ഒന്നും ഇല്ലാതെ വരുമ്പോ അതൊക്കെ കഴിക്കണമല്ലോ. അതുണ്ടാക്കും, മാഗി ഉണ്ടാക്കും, ഇഡ്ഡലി ഉണ്ടാക്കും, മാവ് ദോശ ഉണ്ടാക്കും. അത് ഉണ്ടാക്കാനൊന്നുമല്ലോ, ഒരു ഒഴിച്ചാൽ മതി. അത് ചെയ്യണ്ടേ? അത് പിന്നെ ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ചിക്കൻ ഉണ്ടാക്കി, ബീഫ് ഉണ്ടാക്കിയിട്ടുണ്ട്. ചോറൊക്കെ എനിക്ക് ചോറ് വെക്കത്തില്ല. ചോറ് വെക്കാൻ ഇതൊക്കെ ചെയ്യണ്ടേ, മെനക്കെട. എനിക്ക് അത്രയ്ക്ക് പറ്റത്തില്ല. എനിക്ക് ബുദ്ധിമുട്ടുള്ള പരിപാടി ഞാൻ ചെയ്യാറില്ല. ബുദ്ധിമുട്ടൊന്നും എനിക്ക് പറ്റില്ല. ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഞാൻ ചെയ്യും. ഓക്കെ, അപ്പൊ അവസാനമായിട്ട് നമുക്ക് ഇനി ഭാവി പരിപാടികളെ കുറിച്ച് ഒന്നും കൂടി എന്തൊക്കെയാണ് ആഗ്രഹം? ഭാവി പരിപാടിയിൽ ഇപ്പൊ 2 പേരേ ഉള്ളൂ. 3-ാമതൊരാൾ വേണമെന്നൊരു പ്ലാൻ ഉണ്ട്. ഇനി നാളെ വേണ്ടാന്നൊരു പ്ലാനിലായിരുന്നു. വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ട്. ഫിനാൻഷ്യലി സെറ്റ് ആയി സെറ്റ് ആയിട്ടില്ല, എന്നാലും സെറ്റായിട്ടൊന്നും ഇല്ല. ഇനിയും പോയി കഴിഞ്ഞാൽ ഇപ്പൊ മുമ്പേ പറഞ്ഞ 40 വയസ്സൊക്കെ കഴിഞ്ഞില്ലേ, മരിച്ചു വീട്ടുണ്ടാന്ന് തോന്നി. അപ്പൊ അതിന്റെ ഒരു പരിപാടിയിലേക്ക് പോകും. ഇത്ര ആദ്യമേ ഞങ്ങള് വേണ്ടാന്ന് തുടക്കത്തിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേര് നമ്മോട് ചോദിക്കും, കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷം 4 വർഷമായി കുഞ്ഞുങ്ങളൊന്നും ആയില്ലേ, വീട്ടിൽ തന്നെ ചോദിക്കും. ഞാൻ ആദ്യമേ ഒന്ന് നിൽക്കട്ട്, വരുന്ന കൊച്ചിനെ കൂടി പട്ടിണിയാക്കണം, ഞങ്ങൾ പട്ടിണിയായി പോയിരുന്നിട്ട്. അങ്ങനെയല്ല എങ്കിൽ പോലും എനിക്ക് എന്റെ കൺസെപ്റ്റിൽ ഞങ്ങൾക്ക് ആദ്യമേ കാലം ഇവക്കാരും ഷൂട്ട് കുറെ ഏറ്റെടുത്തിട്ടുണ്ട്. നമുക്ക് ഇപ്പം ഞങ്ങൾ ട്രിപ്പിന് പോകുമ്പോൾ ഞങ്ങൾ എൻജോയ് ചെയ്ത് പോകുന്നുണ്ട്. അവിടെ വന്ന് എൻജോയ്മെന്റ് ഇല്ലെന്നല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ചില കുട്ടികൾ വരുമ്പോ കുറെ കാര്യങ്ങളിൽ നമ്മൾ ഒതുങ്ങി കൊടുത്തില്ലേ, അപ്പൊ അതിപ്പോഴേ വേണ്ടാന്ന് വെച്ചോണ്ടാണ്. ഇടയ്ക്ക് ഞങ്ങൾ ചിന്തിച്ചു, പക്ഷേ ആദ്യമേ പിള്ളേരായി കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് പിള്ളേർക്ക് ഇത്ര പ്രായമായിരുന്നു എന്നൊക്കെ ഞങ്ങൾ ചിന്തിച്ചു. പക്ഷെ എങ്കിലും വേണ്ട, ഇപ്പൊ ഇത്രയും ഇനിയിപ്പം ഒരു പ്ലാൻ ഉണ്ട്. ഇനിയിപ്പോ ഈ പ്ലാൻ വരുമ്പോഴാണ് അന്ന് നമ്മളോട് ദൈവമുണ്ട് ഇനിയിപ്പോ ഉണ്ടോ എന്നുള്ളതായിട്ടുള്ള പുള്ളിക്കാരൻ നമുക്ക് പറയാൻ പറ്റും. നമ്മൾ ഇത്രയും സമയം കഴിഞ്ഞില്ലേ,
പിന്നത്തെ പ്ലാൻ വെച്ചാൽ എന്റെ പ്രൊഡക്ഷൻ എനിക്കൊന്ന് വലുതാക്കി എടുക്കണം. എന്റെ അതിന് പുതിയ ഓരോ കാര്യങ്ങൾ കൊണ്ടുവരണം. പുതിയ ആൾക്കാർക്ക് അവസരങ്ങൾ കൊടുക്കണം. യൂട്യൂബ് ചാനൽ ഞങ്ങൾ ഇടയ്ക്ക് സ്റ്റോപ്പ് ആക്കിയത്. യൂട്യൂബ് ചാനൽ ഞാൻ ശ്രദ്ധിച്ചു, ഞങ്ങൾ സ്റ്റോപ്പ് ആക്കിയതായിരുന്നു. നമുക്ക് ടൈം കിട്ടില്ല. ഇപ്പൊ ഞങ്ങൾ തന്നെ അല്ലാതെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. എഡിറ്റിംഗ് ഞാൻ തന്നെ എഡിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെ നല്ല വൃത്തിയായിട്ട് രീതിയിൽ എഡിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി അത് തന്നെ മതി എന്ന് വിചാരിച്ചു. ഞാൻ പുറത്ത് കൊടുത്തിട്ട് അപ്പൊ എനിക്ക് എഡിറ്റിംഗ് പഠിക്കാം. അതിനുവേണ്ടി ഇവിടെ പറ്റിച്ചിട്ട് ഞാനൊരു എഡിറ്റിങ്ങിന് വേണ്ടി ഒരു കമ്പ്യൂട്ടറൊക്കെ മേടിച്ചു. അപ്പൊ എഡിറ്റിംഗ് പഠിക്കാനെന്നും പറഞ്ഞുകൊണ്ട് അപ്പൊ അത് മേടിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് എഡിറ്റ് ചെയ്ത് പഠിക്കണം എനിക്ക്. ഞാൻ ചെയ്യും. ഞാൻ കുറെ സാധനം എഡിറ്റ് ചെയ്തിട്ടുണ്ടല്ലേ, എഡിറ്റ് ചെയ്ത് ഞാൻ സെറ്റ് ചെയ്യും. പിന്നെ അങ്ങനെ പോകണം. അതാണ് നമ്മുടെ അഭിനയം, പ്രൊഡക്ഷൻ, ഈ ഒരു പ്ലാൻ. ഇതേ ഉള്ളൂ ഞങ്ങളുടെ പ്ലാൻ. പിന്നെ സെറ്റ് ചെയ്യണം. ഇപ്പം മൂന്നാമത്തെ ഒരാളിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പം 5 വർഷമായി ചേട്ടനും പറഞ്ഞു. അപ്പം നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് അത് നിങ്ങളെ എങ്ങനെയാ ബാധിച്ചിട്ടുണ്ടാകുക? ഒന്നും ഞാൻ കേട്ടിട്ടില്ല. ഞങ്ങൾ ഇങ്ങനെ പറയുന്നത് അത് നമ്മൾ ഇഷ്ടമല്ലേ. അതിപ്പോ നമ്മളിപ്പോ അവരിപ്പോ മക്കള് ഞങ്ങൾ ചോദിച്ചില്ല മനുഷ്യനായിട്ട് എല്ലാം എനിക്ക് ഞങ്ങളിങ്ങനെ പറയാം. അടുത്ത വർഷം ഞാൻ പറഞ്ഞ ഞങ്ങൾ ജനുവരി 17 ആകുമ്പോൾ 5 വർഷം എന്ത് പെട്ടെന്ന് സമയം പോകുന്നതൊക്കെ ഞങ്ങൾ ചോദിക്കും. ഞങ്ങൾ ആ രീതിക്ക് എടുക്കുന്നുള്ളൂ. കാരണം ഞങ്ങൾ ചോദിക്കും. അത് സ്വാഭാവികമാണ്. നമ്മൾ ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം അവർ ചോദിക്കും. ഇപ്പൊ നമ്മളെ മക്കൾ എന്ന് ചോദിക്കുമ്പോ ഓക്കെ നമ്മൾ രണ്ടാമത് ചോദ്യം ഞങ്ങൾ ചോദിക്കാറില്ല. ഞങ്ങൾ ചോദിക്കുന്നില്ല. ചോദിക്കാൻ അവർ ഓക്കെ ചോദിക്കും. പക്ഷെ നമ്മൾ വളർത്താനുള്ള ഒരു ടൈം നമ്മളാണ് ഓക്കെ വരേണ്ടത്. ഫിനാൻഷ്യലി ആയിക്കോട്ടെ നമ്മളാണ് മെന്റലി ഓക്കെ വരേണ്ടത്. മൂന്നാമതൊരാള് വന്ന് ഈ പറയുന്നവരാരും നോക്കത്തൊന്നുമില്ല. അപ്പൊ പിന്നെ അവർ വെറുതെ ഒരു ടോക്കിംഗ് മാത്രമാണ്. അപ്പൊ നമ്മളാണ് അതിന് പ്രിപ്പയർ. നമ്മൾ ഓക്കെ ആണെങ്കിൽ മാത്രമേ എന്നെ അറിയുന്ന കാര്യം. ഞാൻ പറഞ്ഞാൽ ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നമ്മൾ അറിഞ്ഞാൽ പോലെ. ഇനി മൂന്നാമതൊരാൾ വരുമ്പോൾ അതിനെയും കൂടി ബാധിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കൺസെപ്റ്റിൽ വരുന്ന ആള് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്ത് നിൽക്കണം എന്ന രീതിയിലാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഫിനാൻഷ്യലി അത്യാവശ്യം ഞങ്ങൾക്ക് ഇതാകണം എന്നുള്ള രീതി ഉണ്ടാകും. അപ്പൊ അത് ഇപ്പം ഏകദേശം ഞാൻ അങ്ങനത്തെ രീതിയിൽ തന്നെ പറയുന്നത്. നമുക്കിപ്പോ ഓക്കെ ആണെന്ന് തോന്നിയതുകൊണ്ട് ചെയ്യാൻ മുന്നോട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട്. അത് ഇങ്ങനെ പോകുന്നു. പിന്നെ പ്രൊഡക്ഷനാണ് എനിക്ക് എപ്പോഴും എനിക്ക് ആ പ്രൊഡക്ഷൻ എങ്ങനെയും കൊണ്ടുവരണം. അതിനുവേണ്ടിയുള്ള കാര്യമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് നമ്മൾ ഇൻവെസ്റ്റേഴ്സ് നമ്മളെ കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അത് ഇതാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായിത്തീരുമെന്ന് എനിക്കും അറിയത്തില്ല. ഇനി പകുതി വെച്ച് നിൽക്കുമോന്നും അറിയത്തില്ല. ഇനി മുന്നോട്ട് പോകാൻ പറ്റുമോ അറിയത്തില്ല. പക്ഷെ നമുക്കൊരു ഐഡിയ ഉണ്ട് ആ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ. അപ്പം ചേച്ചിയാണെങ്കിലും ഈ സൈബർ ബുള്ളിംഗ് ഒക്കെ നേരിട്ടിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പ്രതിസന്ധി? അങ്ങനെ ഇല്ല. പിന്നെ ഈ ബാഡ് കമന്റ്സ് വരുന്നത് നമ്മൾ അതിനകത്ത് ബാഡ് കമന്റ്സ് വരുന്നത് മാത്രം ഞങ്ങള് നേരെ അവരുടെ കമന്റ് അവിടെ നിന്ന് എടുത്ത് ഡിലീറ്റ് ചെയ്യും. നമുക്ക് തന്നെ ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ നമ്മൾ ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല. കാരണം എന്തിനാ അവർക്ക് പറയാനുള്ള അവർക്ക് എന്തെങ്കിലും നമ്മുടെ പണ്ടത്തെ പോലെയല്ല. ആർക്കും എന്തും അവരുടെ സജഷൻ പറയാന്നുള്ള ഒരു സിസ്റ്റത്തിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവര് പറയുന്നുണ്ടെങ്കിൽ അവരുടെ കാഴ്ചപ്പാട് പറയട്ടെ. നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു നമ്മൾ നോക്കിയാൽ പോരെ. അമൃതയുടെ ഞങ്ങളുടെ ചില യൂട്യൂബ് ചാനൽ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് കട്ടിങ്സ് വന്നിട്ട് നമ്മളെ കണ്ടോ എന്നൊക്കെ പറഞ്ഞ ഒരു ബാഡ് കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്. ഞാൻ സൂപ്പർ കമന്റ്, ഞാൻ അതുപോലെ ശ്രദ്ധിച്ചിട്ടില്ലല്ലോ എന്ന് ഞാൻ അമൃതേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരോട് വിളിച്ചു. ഞങ്ങളത് കാര്യമാക്കുന്നില്ല. കാരണം അത് അവരുടെ സമയം നോക്കി അവർ കാണിക്കുന്നവരോ. അപ്പൊ നമ്മളത് ഉപയോഗിച്ചെന്നാണ് നമ്മൾ പോകുന്നത്. നമ്മളത് അല്ലാത്ത രീതി എഫക്ട് ചെയ്തിട്ടില്ല സാധനം. നമ്മളെ പോസ്റ്റിൽ എന്റെ വീട്ടിൽ വന്നിട്ട് എന്റെ ഭാര്യ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ എനിക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ള കാര്യം. അല്ലാതെ പറയുന്നവർ എന്തുവരും പറഞ്ഞിട്ട് ഇത് കേട്ടാ എന്നിട്ട് അത് പ്രതികരിക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മളും അവരെ പോലെ താങ്ങും ഇല്ല. ഞാനതേ ചിന്തിക്കുന്നുള്ളൂ. നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ ലാലേട്ടനെ കുറിച്ച് ആരൊക്കെ എന്തൊക്കെ പറയുന്നുണ്ട്. പുള്ളി മൈൻഡ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും. പുള്ളി മൈൻഡ് ചെയ്യുന്നില്ല. അതുപോലെ എത്രയോ ആർട്ടിസ്റ്റ്മാരെ കുറിച്ച് ആരൊക്കെ മൈൻഡ് ചെയ്യാതിരിക്കുക. മൈൻഡ് ചെയ്ത് വീണ്ടും പ്രതികരിക്കാൻ പോകുമ്പോഴാണ് മറ്റവന് പിന്നെ ഇതാവും. പിന്നെ അമ്മ തുടങ്ങും. പിന്നെ പ്രശ്നം എന്തിനാണ് ഒന്നും ഇണ്ടാണ്ടിരിക്കുക. പറയുന്നവൻ പറയട്ടെ, കഷ്ടം. നമുക്ക് സമയം പോകുന്നു. ഓരോ സമയം പ്രശ്നമൊന്നുമില്ല. അത്ര ഞങ്ങൾ ആ രീതിയിൽ ബിഗ് ബോസിലേക്ക് എത്താൻ താല്പര്യം ഉണ്ടായിരുന്നു. ഞങ്ങള് താല്പര്യം ഉണ്ടോ വെച്ചാൽ ഇല്ല, അവള് വിടത്തില്ല. ഇല്ല, ഞങ്ങളങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ല. ഇതൊക്കെ കണ്ടിട്ട് വേണം എന്നെ വിളിക്കാൻ. ഇനി അച്ഛനേച്ചുള്ള സമയത്ത് ഇല്ലാന്ന് പറഞ്ഞതാണ്. അർച്ചനേച്ചി സീസൺ 1 സീസൺ 1 or 2 എന്തോ ആയിരുന്നു. സീസൺ 1 സീസൺ 1 കോള് വന്നിട്ടുണ്ടായിരുന്നില്ലേ? താല്പര്യം ഉണ്ടല്ലേ? കിട്ടിയ പേയ്മെന്റ് നോക്കി പോകുന്നേ ഉള്ളൂ. അല്ല വേറെ ഒന്നുമില്ല. കാരണം പൈസ നമ്മൾ അത് മാത്രം നോക്കിയാൽ മതി. ഇപ്പൊ ഓൾറെഡി ഇപ്പൊ സീരിയലൊക്കെ കണ്ട ആൾക്കാർക്ക് അറിയാം. ഇനിയിപ്പോ അറിയാത്തവർ കൂടി അറിയാൻ വേണ്ടിയാണ് ബിഗ് ബോസിൽ പോകാം. പിന്നെ ഞാൻ ഒരിക്കലും സിനിമയിലേക്ക് ഒരു എൻട്രി എന്ന രീതിയിൽ ഞാൻ പോകുന്നില്ല. ചിലപ്പോൾ കിട്ടാതിരിക്കാം. അത് നമ്മുടെ കഴിവുകളിരിക്കുക. അല്ല ബിഗ് ബോസ് ചെന്നതുകൊണ്ട് കിട്ടണമെന്ന് നമുക്ക് എത്രയോ പേരെല്ലാം നിൽക്കും നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ഞാൻ പേയ്മെന്റ് മാത്രം പൈസ കിട്ടിയാൽ ഞാൻ പോകും എന്ന രീതിയിൽ. നല്ലൊരു എമൗണ്ട് കിട്ടിയാൽ ചിലപ്പോൾ ഞാൻ പോകാൻ പോകുന്നു.
അതേപോലെ വിടത്തില്ല, എന്നാലും ഇങ്ങനെ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ അതങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത് പോത്തില്ലല്ലോ. പോകത്തില്ലല്ലോ. ഇവളങ്ങനെ വിടത്തില്ല. ഇവള് പറയുന്ന നമുക്കൊരു ബാഡ് ഇമേജ് വരും എന്നുള്ളതാണ്. ഓൾറെഡി നമ്മളെ സീനിൽ നിന്ന് നമുക്കൊരു ഇതുണ്ടല്ലോ, ഇതിനാണ് വെറുതെ അതിനകത്തോടി പോയിട്ട് ഇനി വരണ്ട, നമ്മള് നമ്മുടെ ഒരു ഇത് കളയണ്ടാന്ന രീതിയിൽ പറഞ്ഞതാണ്. നമ്മൾ നമ്മളായിട്ട് നിന്നാ പോലെ, പിന്നെ നമുക്കറിയില്ല നമ്മളായിട്ട് നിന്നാൽ ശരിയാവില്ല ചേച്ചി. ചിലപ്പോ നമ്മൾ പ്രതികരിക്കേണ്ടത് പ്രതികരിച്ച് ചിലപ്പോ ഞാനൊക്കെ പറയാൻ പറയും. ഞാനിപ്പോ നമ്മൾ ഇന്റർവ്യൂലായാലും എന്ത് കാര്യത്തിലും നമ്മൾ പറയുന്ന കാര്യമൊക്കെ ചെറിയൊരു വന്നാൽ മതി, പിന്നെ ഏറിലായിരിക്കും നമ്മള് എന്തിനാ വെറുതെ. നമ്മൾ ചിലപ്പോ നല്ല ഉദ്ദേശത്തോടെ പറയുന്നതായിരിക്കാം, അത് ചിലപ്പോ നമുക്ക് ബാഡായിട്ട് വന്നിട്ട് പിന്നെ നമുക്ക് നമ്മളെ ഏറിക്കേറ്റ് നോക്കും, എന്തിനാ പിന്നെ വെറുതെ. ചേട്ടന് വേണ്ടിയും പ്രതികരിക്കും, ആ സമയത്ത് ആരാണോ ഫ്രണ്ട്ഷിപ്പ് ഉള്ളത് അവർക്ക് വേണ്ടിയിട്ടും പ്രതികരിക്കും. അങ്ങനത്തെ സ്വഭാവം ഉണ്ട്. ഇപ്പൊ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പ്രതികരിക്കും. അപ്പൊ പിന്നെ അതൊരു പ്രശ്നം ആകണ്ടെന്ന് വെച്ചോണ്ടാണ് പോകണം. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ ഇനിയും കുറെ ചോദ്യങ്ങൾ ചോദിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല, രണ്ടാൾക്കും തിരക്കുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ എന്തായാലും ഇത്രയും സമയം ഞങ്ങൾക്ക് ഇവിടെ സംസാരിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.